മൈസൂറുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന് പരാതി. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയരുന്നത്. കോഴിക്കറിയിൽ തൂവലും ചോരയും, ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക് ഒക്കെ കിട്ടാറുണ്ടെന്നാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത്. ചോറിൽ പാറ്റയെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നും പരാതിയുണ്ട്. മെസ് ഫീ ആയി പ്രതിവർഷം വാങ്ങുന്നത് 80,000 രൂപയാണ്. എന്നിട്ടാണ് ചോറിലെ പാറ്റയും ചപ്പാത്തിയിലെ പ്ലാസ്റ്റിക്കും. നഴ്സിംഗ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം എത്തിക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന മലയാളി സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമാണ്. ചിക്കൻ കറിയിൽ നിന്ന് കോഴിത്തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും പാറ്റയെയും കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾ മെസ് നടത്തിപ്പുകാരായ മലയാളികളോട് സംസാരിക്കുന്നതിന്റെ ഫോൺ രേഖകളും പുറത്തു വന്നു. അല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി. അല്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്താ വിഷയം ചെയ്തോ. മൈസൂരുവിലെ 5 കോളേജുകളിലേക്കാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം ഭക്ഷണം നൽകുന്നത്. 5 കോളേജുകളിലെ വിദ്യാർത്ഥികളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 80,000 രൂപ മെസ് ഫീസ് നൽകിയാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഇന്റേണൽ മാർക്കിനെ ബാധിക്കുമെന്നതിനാൽ കുറച്ചു കാലമായി അവഗണന സഹിക്കുകയായിരുന്നു എന്നും പറയുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പല വിദ്യാർത്ഥികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.